ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനത്തിൽ നടത്തിവരുന്ന ഉദയാസ്തമന പൂജ ഭക്തജന തിരക്ക് പരിഗണിച്ച് മറ്റൊരു ദിവസം മാറ്റിയതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നത് ദേവസ്വം ബെഞ്ച് ഡിസംബർ 2 മാറ്റി. തീരുമാനത്തെ ന്യായീകരിച്ച് ദേവസ്വം ബോർഡും നിലപാട് വ്യക്തമാക്കി തന്ത്രിയും സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും ഗുരുവായൂരിൽ നിന്ന് മിഥുൻ അയ്യപ്പനും ചേരുന്നു. അതിനു മുൻപ് തന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. സമ്മതിക്കില്ല. ഇവർക്ക് ഇതിപ്പോൾ ആ ഇരിക്കുന്നിടത്തല്ലേ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് അതൊന്നും വലിയൊരു വിലയുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ എന്നുണ്ടെങ്കിൽ ഈ ഇത്തരം പൂജകൾ നടക്കുന്നത് ആ ക്ഷേത്ര പരിസരവാസികളുടെയോ അവിടെ വരുന്ന ഭക്തജനങ്ങളുടെയോ ക്ഷേത്രത്തിൻ്റെയോ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ്. അതിന് മാറ്റം വരുന്ന ഒരു കാര്യങ്ങളും പിന്നെ തന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവസാന വാക്കൊന്നുമല്ല. ഇത് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവകാലം തൊട്ട് എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് മുടക്കുകൂടാതെ ഇക്കൊല്ലം നടക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള സമരമുറകൾ നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷയോ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതിഷേധിക്കും ശക്തമായിട്ട്. ഏകാദശി ദിവസം പറഞ്ഞാൽ എത്രയോ ഒരു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പൂജയാണ്. അത് ഏകാദശി ദിവസം തന്നെ നടത്തുന്നതാണ്. അത് വേറെ ദിവസം നടത്തിയോണ്ട് അതിൻ്റെ ഒരു ഫലമൊന്നുമില്ല. കാരണം പണ്ടത് ചെറുളയം പാലസ് കോവിലൊന്ന് നടത്തിയിരുന്നതാണ്. അത് അവർ നടത്താൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ ഗുരുവായൂരെ ദേവസ്വം ഏറ്റെടുക്കുകയും അവർ തുടർന്ന് അതേപോലെ തന്നെ നടത്താമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു തുലാമാസത്തിലെ വെളുത്തോഷത്തിലെ ഏകാദശിക്ക് നടത്തി പറഞ്ഞുകൊണ്ട് ഗുരുവായൂരത്തെ ഏകാദശിക്ക് നടത്തിയ പോലെ ഒന്നും ആവുന്നില്ല. ആ ദിവസം നടത്തേണ്ട പൂജ അന്ന് തന്നെയാണ് നടത്തേണ്ടത്. അതിനെന്ത് കാരണം ഉണ്ടായാലും ആ ദിവസം തന്നെ നടത്തണം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനും ഒപ്പം തന്നെ രേഷ്മ ബാബുവും ചേരുന്നുണ്ട്. ആദ്യം രേഷ്മ ബാബുവിലേക്ക്. രേഷ്മ, ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ നടത്തിവരുന്ന ഉദയാസ്തമന പൂജ ഭക്തജന തിരക്ക് പരിഗണിച്ച് മറ്റൊരു ദിവസം മാറ്റിയതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നത് ദേവസ്വം ബെഞ്ച് ഡിസംബർ 2 മാറ്റിയിരിക്കുകയാണ്. ഒപ്പം തന്നെ തീരുമാനത്തെ ന്യായീകരിച്ച് ദേവസ്വം ബോർഡും നിലപാട് വ്യക്തമാക്കി തന്ത്രിയും സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങൾ. ഗുരുവായൂർ ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിലാണ് തന്ത്രിയും അതോടൊപ്പം തന്നെ ഗുരുവായൂർ ദേവസ്വവും ഹൈക്കോടതി മുൻപാകെ സത്യവാങ്മൂലങ്ങൾ ഫയൽ ചെയ്തത്. ഇതിൽ വലിയ രീതിയിലുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ട്. അതായത് നിലവിൽ ഗുരുവായൂർ ദേവസ്വം പറയുന്നത് ശ്രീകോവിൽ അടച്ചിടാതെ ദർശനം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഉദയാസ്തമന പൂജ തുലാമാസത്തിലേക്ക് മാറ്റിയത്, അതായത് നവംബർ 12 മാറ്റിയത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഉദയാസ്തമന പൂജ അത് വഴിപാട് മാത്രമാണെന്ന് തന്ത്രി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഉദയാസ്തമന പൂജ അത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമല്ലെന്നാണ് തന്ത്രിയുടെ അഭിപ്രായമെന്നും ഗുരുവായൂർ ദേവസ്വം നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രവുമല്ല, ഈ ഏകാദശി ദിവസം വലിയ രീതിയിൽ തിരക്കുണ്ടാകാറുണ്ട്. ഈ ഉദയാസ്തമന പൂജയ്ക്ക് ദർശനത്തിന് 5 മണിക്കൂറോളം ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതടക്കം കണക്കിലെടുത്തുകൊണ്ട് മുൻവർഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ബദൽ മാർഗം തന്ത്രിയോട് തേടിയിരുന്നു. തന്ത്രി പറഞ്ഞത് ദേവഹിതം തേടണമെന്നുള്ളതായിരുന്നു. അത്തരത്തിൽ ദേവഹിതം തേടിയ സമയത്ത് ഈ ഒരു ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ മാറ്റുന്നതിന് അനുകൂലമായിട്ടായിരുന്നു ദേവഹിതം. അതിനനുസൃതമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ് ദേവസ്വത്തിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ആചാര ലംഘനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഉള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗുരുവായൂർ ദേവസ്വം. മാത്രവുമല്ല, തന്ത്രിയുടെ അഭിപ്രായം കൂടി കണക്കിലെടുക്കുകയും ദേവഹിതം ഈ മാറ്റത്തിന് അനുകൂലമായിരുന്നുവെന്നും ഈ ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ വഴിപാടായിട്ട് നടത്തുന്നത് ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയാണെന്നും പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമല്ല ഉദയാസ്തമന പൂജ. അതുകൊണ്ട് തന്നെ ഇത് ആചാരങ്ങളുടെ ഭാഗമാണെന്ന് സ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ അത് സിവിൽ കോടതി മുഖാന്തരമാണെന്നും ഇപ്പോൾ ഈ ഹർജിക്കാർ പറയുന്നത് പോലെ ആചാര ലംഘനങ്ങൾ ഒരു വിധത്തിലും നടന്നിട്ടില്ല എന്നുമുള്ളതാണ് ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിശദീകരണം. അതുകൂടാതെ ഈ ദർശനം, അതായത് ഈ ഏറ്റവും കൂടുതൽ സമയം ഭക്തർക്ക് ദർശനം നൽകുക എന്നുള്ളതാണ് തങ്ങളെ സംബന്ധിച്ചുള്ള കടമ. അത് നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്നും ഈ സത്യവാങ്മൂലത്തിലൂടെ ഗുരുവായൂർ ദേവസ്വം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ തുലാമാസത്തിലേക്ക് മാറ്റിയത് ഈ വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസമാണ് ഈ ഉദയാസ്തമന പൂജ. അതും ഏറെ പ്രത്യേകതകളുള്ള ശങ്കരാചാര്യർ മുന്നോട്ട് വെച്ച പൂജാവിധി പ്രകാരമുള്ളതാണ് അന്നേ ദിവസം ഉദയാസ്തമന പൂജ നടത്തുന്നത്. അതാണ് ഈ
തുലാമാസത്തിലേക്ക് മാറ്റിയത്. നേരത്തെ മുൻകാലങ്ങളിലും മുൻ തന്ത്രിമാർ ഇത്തരത്തിൽ ആചാരങ്ങളിലും ചടങ്ങുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശദീകരണം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം ഹൈക്കോടതിയിൽ ചില പരാമർശങ്ങളോടുകൂടി ചില വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ തുലാമാസത്തിലേക്ക് മാറ്റിയത് അത് കടുത്ത ആചാര ലംഘനമാണ്. മാത്രവുമല്ല ഈ ദേവഹിതം തേടിയതിലടക്കം ആചാര ലംഘനം ഉണ്ടായിട്ടുണ്ട്. അതായത് ക്ഷേത്ര മുഖമണ്ഡപത്തിലാണ് ദേവഹിതത്തിന് വേണ്ടിയിട്ടുള്ള ഒറ്റരാശി പ്രശ്നം നടത്തേണ്ടത്. പക്ഷെ അതൊക്കെ തന്നെ അട്ടിമറിക്കപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ ഗുരുവായൂർ ദേവസ്വം ഏകപക്ഷീയമായിട്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ആചാര ലംഘനം ഉണ്ടായ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് തന്ത്രി കുടുംബാംഗങ്ങളാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. പക്ഷേ ഇക്കാര്യത്തിൽ തന്ത്രി കുടുംബങ്ങളുടെ ഹർജി തള്ളണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഗുരുവായൂർ ദേവസ്വം നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. തന്ത്രി കുടുംബാംഗങ്ങൾ എന്നുള്ള വിശേഷണം ഇവർക്ക് അവകാശപ്പെടാനാകത്തില്ല. ഹർജി നൽകിയത് കുടുംബ വഴക്കിന്റെ പശ്ചാത്തലത്തിലാണ്. ഒപ്പം തന്നെ ചേന്നാസ് മനയിലെ അംഗങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമേ ഇവരെ പരിഗണിക്കാവൂ. അതുകൊണ്ട് തന്നെ നിലവിൽ ദർശന സൗകര്യം എടുത്തിട്ടുള്ള തീരുമാനം അത് യാതൊരു തരത്തിലും ആചാര ലംഘനമല്ലെന്നും തന്ത്രിയുടെ അടക്കം അഭിപ്രായം തേടിയിരുന്നു. ദേവഹിതം അനുകൂലമായിരുന്നു. ഉദയാസ്തമന പൂജ വഴിപാട് മാത്രമാണ്, ആചാരങ്ങളുടെ ഭാഗമല്ല. ആചാര ലംഘനം നടന്നു എന്നുള്ള വാദം അംഗീകരിക്കാനാകില്ല. അത് തള്ളണമെന്നും ഗുരുവായൂർ ദേവസ്വം ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ, അതായത് ഡിസംബർ 2 പ്രസ്തുത ഹർജി മാറ്റിയിരിക്കുകയാണ്. അന്നേ ദിവസം വിശദമായിട്ട് തന്നെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തിലും സത്യവാങ്മൂലത്തിലും ഒരു പരിശോധന നടത്തും, വിശദമായിട്ട് വാദം കേൾക്കുകയും ചെയ്യും. നിഖിൽ. ശരി രേഷ്മ, ഇപ്പോൾ ഗുരുവായൂരിൽ നിന്നും മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട്. മിഥുന്, അതായത് ഈ ഒരു കാരണവശാലും ഇപ്പോൾ ഈ ഒരു ചടങ്ങ് ഒഴിവാക്കാൻ കാര്യം അനുവദിക്കില്ല എന്നാണ് ഭക്തരുടെ നിലപാട്. ഏകാദശി നാളിൽ നടത്തേണ്ട പൂജയാണ് ഏകാദശി ഉദയാസ്തമന പൂജ. അത് മാറ്റാൻ ഒരു കാരണവശാലും തങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഗുരുവായൂരെ ഭക്തർ ഉള്ളതല്ലേ? തീർച്ചയായിട്ടും ഭക്തരെയും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളെയും ആശങ്കയിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ രേഷ്മ പങ്കുവെച്ച ഈ കാര്യങ്ങളിലെ ചില ദുരൂഹതകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ സങ്കീർണതകളാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയിലാക്കുന്നത്. ഒന്ന്, ഇത്തരത്തിൽ തന്ത്രി ദിനേശ് നമ്പൂതിരിപ്പാട് നൽകിയിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത് ഒരു ആചാരമല്ല, ഒരു വഴിപാട് മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ശങ്കരാചാര്യരെത്തി ഇത് ഏകാദശി ദിവസം ഇവിടെ ദർശനം നടത്തുകയും ഏകാദശി ദിനത്തിലെ പൂജകൾ ക്രമീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്രമം എന്ന് പറയുന്നത്. ഈ ഉദയാസ്തമന പൂജയുടെ ആരംഭം തന്നെ അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം തന്നെ അന്ന് മാത്രമായിരുന്നു, ഏകാദശി ദിവസം മാത്രമായിരുന്നു ഈ ഉദയാസ്തമന പൂജ നടത്തിയിരുന്നത്. അത് ആചാരത്തിന്റെ ഭാഗമായിരുന്നു, ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിരുന്നു. പിന്നീട് എല്ലാ ദിവസവും ഉദയാസ്തമന പൂജ നടത്താമെന്നുള്ള രീതിയിലേക്ക് പോയി, കൂടുതൽ ഭക്തരെ പങ്കാളികളാക്കുകയും കൂടുതൽ വരുമാനം അതിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്തു. അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറം ഏതായിരുന്നു മൂല കാര്യം എന്ന് പറയുന്നത് ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ എന്നുള്ളതായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ആ ദിവസത്തിൽ നിന്ന് മാറ്റുന്ന നിലയിലേക്ക് എത്തുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരത്തെ ഒരു ദൈനംദിനം നടക്കുന്ന ഒരു സാധാരണ പ്രക്രിയയാക്കി മാറ്റുകയും പിന്നീട് ആ ആചാരത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതിലൊരു പ്രാധാന്യമുള്ളൊരു വിഷയമില്ലേ എന്നുള്ളതാണ് ഭക്തർ ചോദിക്കുന്നത്. മറ്റൊന്ന്, ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് തന്ത്രി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് ശങ്കരാചാര്യർ ഇവിടെ എത്തി എന്ന് പറയുന്നത് ഒരു ഐതിഹ്യം മാത്രമാണ്, അതിന് ക്ഷേത്രവുമായി വലിയ ബന്ധമില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനമാണ് തന്ത്രി ഈ സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നത്. ശങ്കരാചാര്യരുടെ ദർശനം, ഗുരുവായൂർ ദർശനം എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗുരുവായൂർ ക്ഷേത്ര ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. അതിനുശേഷമുണ്ടായ ക്ഷേത്ര അഭിവൃദ്ധിയും ക്ഷേത്രാചാരങ്ങളിലുണ്ടായ മാറ്റങ്ങളുമെല്ലാം
ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്, ഹൈന്ദവ സമൂഹം സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ശങ്കരാചാര്യരുടെ വരവിനെ തന്നെ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശമാണ് തന്ത്രി ഈ ഒരു ഇതിലൂടെ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഇതിന് ദേവഹിതമുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്ത്രി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുമ്പോൾ എവിടെ വെച്ച് ദേവഹിതം നടന്നു? ദേവഹിതം അറിയുന്നതിന് വേണ്ടി നടത്തുന്ന ദേവപ്രശ്നമാണ് നടത്തേണ്ടത്. ആ ദേവപ്രശ്നം നടത്തുന്ന ഒറ്റരാശി പ്രശ്നം നടത്തിയത് അതിൻ്റെ പാരമ്പര്യമായിട്ടുള്ള ആചാരവട്ടങ്ങൾ അനുക്രമിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ അതിനെ അനുഗമിച്ചുകൊണ്ടല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുഖമണ്ഡപത്തിൽ നടത്തേണ്ട ചടങ്ങിനെ സ്വകാര്യമായി നടത്തുന്ന ഒരു ഒറ്റരാശി പ്രശ്നമായി മാറ്റി. അത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. ഇത് തന്ത്രിയുടെ ഏകപക്ഷീയമായിട്ടുള്ളൊരു തീരുമാനമാണ്, അല്ലെങ്കിൽ നടപടിയാണ് എന്നാണ് ചെന്നാസ് കുടുംബത്തിലെ മറ്റ് തന്ത്രി കുടുംബത്തിലെ മറ്റംഗങ്ങളും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളും എല്ലാം തന്നെ അവകാശപ്പെടുന്നത്. തന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത് ക്ഷേത്രത്തിൽ വർദ്ധിച്ചു വരുന്ന തിരക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു നീക്കം നടത്തുന്നത് എന്നായിരുന്നു. പക്ഷേ ആ ക്ഷേത്രത്തിലെ തിരക്ക് ഇത്തരത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ ക്ഷേത്ര ചടങ്ങുകളിൽ സമൂല മാറ്റം ഉണ്ടാക്കേണ്ടി വരും. അതായത് ക്ഷേത്രത്തിലെ ആചാരക്രമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു പരിവർത്തനം അത് അസാധ്യമാണ്, അല്ലെങ്കിൽ അത് അനുകൂലിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ പ്രതിഷേധത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള തീരുമാനമാണ്. ശരി മിഥുൻ, എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനത്തിൽ നടത്തിവരുന്ന ഉദയാസ്തമന പൂജ ഭക്തജന തിരക്ക് പരിഗണിച്ച് മറ്റൊരു ദിവസം മാറ്റിയതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നത് ദേവസ്വം ബെഞ്ച് ഡിസംബർ 2 മാറ്റിയിരിക്കുകയാണ്. തീരുമാനത്തെ ന്യായീകരിച്ച് ദേവസ്വം ബോർഡും നിലപാട് വ്യക്തമാക്കി തന്ത്രിയും സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളുടെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും ഗുരുവായൂരിൽ നിന്ന് മിഥുൻ അയ്യപ്പനും.